അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മുടെ മുരിങ്ങക്കായും പിന്നെ നമ്മുടെ കോഴിമുട്ട ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു അടിപൊളി ഒരു തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുരിങ്ങക്കായ ഒന്ന് മുറിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി എടുത്തത്. നമ്മളപ്പോൾ നമ്മുടെ മുരിങ്ങക്ക അരിഞ്ഞ് ചെറിയ പീസാക്കി നമ്മളൊരു കുക്കറിൻ്റെ തരത്തിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെന്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം ഉപ്പ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ മുരിങ്ങക്കായ ഉണ്ടല്ലോ, അപ്പം അത് അതിൻ്റെ എന്ത് പറയുന്നത് ചുരണ്ടി നമ്മൾ അതിൻ്റെ തോലൊക്കെ നീക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിട്ട് നമ്മൾ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് വെന്തപ്പോഴേ കുറച്ച് വെള്ളം അധികം വന്നു, അത് നമ്മൾ കളയാതെ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പം ഇനി നമ്മുടെ പരിപാടി നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെയാണ്. അപ്പം ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. അതെ, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ സാറിന്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചേക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞും കൂടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മുടെ സവോളയും പിന്നെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് നല്ല ചിലപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടുകൊടുക്കാം. പെരിഞ്ജീരകം നല്ല ജീരകം ഇത് നല്ല കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക സവോള എളുപ്പത്തിന് വേണ്ടിയാണ് സെപ്പറേറ്റ് ഒന്നും നെറ്റിച്ചെടുക്കാൻ പറയുന്നത്. അവിടെ മുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ ഒന്നും ആകണ്ട, ഒരു മീഡിയം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പൊടികളൊക്കെ ചേർത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. കാരണം നമ്മൾ പച്ചമുളക് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. ഒരു കളറിന് ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി കേട്ടിട്ടുണ്ട്. കൂടെ കറിവേപ്പില. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ച് നമ്മുടെ മുരിങ്ങയ്ക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ മുരിങ്ങയ്ക്ക വെന്ത വെള്ളമില്ലേ അതുകൂടെ സ്വല്പം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം വെന്താൽ ആയിരിക്കും നല്ലത്. പിന്നെ നന്നായിട്ട് അതായത് നമ്മുടെ തക്കാളി അവസാനം ഇട്ടതല്ലേ, അപ്പോൾ അതൊന്ന് എന്താ പറയുക ഒന്ന് വേഗം ചെയ്യണം. അപ്പോൾ ഈ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് 2 മുട്ടയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളിവിടെ ഒരു ബൗളിൽ നമ്മൾ 4 മുട്ട നമ്മൾ എന്താ പറയുക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല, എന്നാലും മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സുഖം. മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ ചെറു കൂട്ടി വെച്ചോളൂ. അപ്പോൾ നമ്മളിതിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. മുരിങ്ങക്ക വെന്ത സമയത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മുട്ട ഒന്ന് വേഗം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത്. നമ്മുടെ മുട്ടത് നന്നായിട്ട് എന്താ പറയുക വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അവസാനം നമുക്ക് ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു സ്വല്പം
കുരുമുളക്. കുരുമുളക് പൊടി. അപ്പം അതും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മുരിങ്ങയുടെ എന്താ പറയുക സീസണല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം. കാര്യം മുട്ടയോടെ ചേർക്കുന്നുണ്ട് പിള്ളേർക്ക് നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റി കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ട് സാധനം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി സാധനം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപേണ ഒന്ന് എഴുതുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല നിർത്തിയുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പം പുതിയ വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ അതെ, ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ഒരു കിടക്കാശി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.